കേജ്രിവാൾ വിഷയത്തിൽ, അതായത് അവസാനം സുപ്രീം കോടതി അയാൾക്ക് ഇടക്കാല ജാമ്യം കൊടുത്തു. ഇലക്ഷൻ കഴിയുന്നിടം വരെ അദ്ദേഹത്തിന് റിലീസ് ചെയ്തു. ഡൽഹിയുടെ മുഖ്യമന്ത്രിയാണ്. ഒറ്റ വാക്കിൽ പറയാം, കേന്ദ്ര സർക്കാർ കാണിച്ചത് ബ്ലണ്ടർ മിസ്റ്റേക്കാണ്. ബ്ലണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബ്ലണ്ടർ. ഒരിക്കലും ഇലക്ഷനുമായിട്ട് അടുപ്പിച്ച സമയത്ത് ഒരിക്കലും അയാളെ അറസ്റ്റ് ചെയ്യരുതായിരുന്നു. ഇപ്പം ഞാനൊരു ഡൽഹിക്കാരനാണ്. എനിക്ക് ഡൽഹിയുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഒരുവിധം നല്ലപോലെ മനസ്സറിയാൻ സാധിക്കും. ഡൽഹി എന്ന് പറയുന്നത് BJPയുടെ സ്ട്രോങ് ഹോൾഡാണ്. നിങ്ങൾ നോക്കുക, 2014, 2019 7 സീറ്റ് വിജയിച്ചേക്കുന്ന ഭൂരിപക്ഷം നോക്കുക. BJP എത്ര ഭൂരിപക്ഷത്തിലാണ് മോദി ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കയറ്റുന്നത്? കാരണം കൺസോളിഡേറ്റഡ് ആയിരുന്നു. അവരിലിടയ്ക്കോട്ട് അവിടുത്തെ മുഖ്യമന്ത്രിയെ ഇലക്ഷനുമായി അടുത്ത് നിൽക്കുന്ന സമയത്ത് കോടതിയുടെ സമൻസ് റഫ്യൂസ് ചെയ്തു. അതായത് EDയുടെ സമൻസ് റഫ്യൂസ് ചെയ്തു. EDയുടെ സമൻസ്, കോടതിയുടെ അല്ല. അതിൻ്റെ പേരിൽ പെട്ടെന്നൊരു അറസ്റ്റ് ഡ്രാമയും 50 ദിവസം അയാളെ അകത്തിട്ടപ്പോൾ മനസ്സിലാക്കണം, ഉറപ്പായിട്ടും ഡൽഹി ജനത പ്രതികരിക്കും. അത് ഡൽഹിയിൽ മാത്രമല്ല, അത് റിഫ്ലക്റ്റ് ചെയ്യും ഹരിയാനയിൽ, അത് റിഫ്ലക്റ്റ് ചെയ്യും ഡൽഹിയുടെ അടുത്ത് കിടക്കുന്ന UPയുടെ ഭാഗങ്ങളുണ്ട്, നോയിഡ, ഗാസിയ. ഇതൊക്കെ BJP വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന സ്ഥലങ്ങളാണ്. ഇതൊക്കെ ഒരു അർബൻ ക്ലാസ് ആണ്. ബേസിക്കലി മനസ്സിലാക്കേണ്ട സംഭവമാണ്. കാരണം ഡൽഹി ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ ഡെവലപ്പ് ചെയ്താണ് ഗുഡ്ഗാവ്, ഫരീദാബാദ്, ഹരിയാനയുടെ ഭാഗങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. സോണിപ്പേട്ട്, റോഹ്തക്ക്, ഈ സംഭവങ്ങൾ. അതേപോലെ രാജസ്ഥാൻ്റെ ബോർഡർ, അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞ UPയുടെ ബോർഡർ, ഗാസിയാബാദ്, നോയിഡ, ആ കിടക്കുന്ന ബോർഡർ. ഇവിടെയൊക്കെ ഉറപ്പായിട്ട് ഇത് റിഫ്ലക്റ്റ് ചെയ്യും. കാരണം ഇത് മനസ്സറിഞ്ഞു. കാരണം എന്തിനാണ് ഇപ്പോൾ ചെയ്തത്? കാരണം പഴയ കേസാണ്. ഇതൊരു 6 മാസമോ 7 മാസമോ മുമ്പ് മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഈ തെളിവുകളെല്ലാം പുറത്തു വന്നതാണ്, കൃത്യമായിട്ട് പുറത്തു വന്നതാണ്. അപ്പം അന്നിത് പ്രൊസീഡ് ചെയ്യാതെ ഈ കേസ് CBIയുടെ കേസുണ്ട്, EDയുടെ കേസുണ്ട്. ഇതിനകത്ത് കേജ്രിവാൾ കുറ്റക്കാരനല്ലെന്ന് അയാൾ പറഞ്ഞാലും എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. കേജ്രിവാൾ ഇതിൻ്റെ വളരെ കീ ആയിട്ടുള്ള പോയിൻ്റാണ്. പക്ഷെ അത് ആ സമയത്ത് ചെയ്യണം. അതേപോലെ തന്നെ ഇത് ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ്റെ സംഭവത്തിലും കയറി എഫക്റ്റ് ചെയ്യും. കാരണം അതിനകത്ത് ഹേമന്ത് സോറൻ്റെ വീട്ടിൽ നിന്ന് പണമെടുക്കുന്നു, അയാളുടെ സഹായിയുടെ നിന്ന് പണമെടുക്കുന്നു. ഇതൊക്കെ സത്യമാണ്. പക്ഷേ ഇലക്ഷനോടനുബന്ധിച്ച് അടുപ്പിക്കുന്ന സമയത്ത്, അതായത് ഇന്ത്യൻ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായിട്ട് ആൾക്കാർ നോക്കിക്കാണുന്നൊരു ഇലക്ഷനാണ്, a celebration of ഡെമോക്രസിയാണ്. ഇനി ഡൽഹിയുടെ മറ്റൊരു പ്രത്യേകത പറയാം. ഇപ്പം ഡൽഹിയിൽ BJPയുടെ സ്ട്രോങ് ഹോൾഡ് BJPയെ നാഷണലി എലക്ട് ചെയ്യുമ്പോഴും അവർ കേജ്രിവാളിനാണ് ആ സംസ്ഥാനം ഭരിക്കാൻ കൊടുക്കുന്നത്. കാരണം BJP എന്നൊക്കെ ഡൽഹി ഭരിച്ചിട്ടുണ്ട് അന്നൊക്കെ അത് കുളവാക്കിയിട്ടുണ്ട്. നിങ്ങൾ എടുത്തു നോക്കാം, മദൻലാൽ ഖുറാന, സാഹിബ് സിംഗ് വർമ്മ, സുഷമ സ്വരാജ്, ഇതെല്ലാവരും എടുത്തു നോക്കുക. അതിൻ്റെ കോൺഗ്രസിൻ്റെ അകത്ത് ഷീലാ ദീക്ഷിത് മാത്രമാണ് നല്ല ഭരണം കാഴ്ചവെച്ച് 3 ടേമിൽ അധികാരത്തിൽ വരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഡൽഹിയിൽ ഫ്ലൈ ഓവേഴ്സ്. കാരണം എൻ്റെ 30 വർഷത്തെ എക്സ്പീരിയൻസ്, ഞാൻ ആദ്യം ഡൽഹിയിൽ പോകുന്ന ഷീലാ ദീക്ഷിത്തിൻ്റെ ഭരണത്തിൽ വന്ന മാറ്റത്തോടു കൂടിയാണ് ഡൽഹിയിൽ ഇന്ന് നിങ്ങൾ ഈ കാണുന്ന ഫ്ലൈ ഓവേഴ്സ് മുഴുവനും വരുന്നത്. പിന്നെ മെട്രോ റെയിൽവേ, അതിൻ്റെ പേരിലാണ് അവരെ മൂന്നാമത്തെ ടേമിലും അടുപ്പിച്ച് ഡൽഹിക്കാരെ എലക്ട് ചെയ്തത്. അപ്പം ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ, അതും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട. ഡൽഹിക്കാർ പറയാൻ അഡ്വഞ്ചറിസ്റ്റാണ്, ഇന്തൂസിയാസ്റ്റിക്കാണ്, ഭയങ്കര പെട്ടെന്നാണ് റിയാക്ട് ചെയ്യുന്നത്. മോദി ഗവൺമെൻറ്റിന് 2014 അധികാരത്തിൽ വന്നതിൻ്റെ പ്രധാനപ്പെട്ട കീ പോയിൻ്റ് എന്ന് പറയുന്നത്
രാംലീല മൈതാനത്ത് നടന്ന ഇന്ത്യ എഗേൻസ്റ്റ് കറപ്ഷൻ എന്ന് പറഞ്ഞ മൂവ്മെൻ്റാണ്. അതെങ്കിലും ഈ BJP-ക്കാർ മനസ്സിലാക്കാതെ പോയി. ആ മൂവ്മെൻറ്റിലാണ് കോൺഗ്രസിനെതിരെ ഇന്ത്യയിൽ വലിയ സംഭവം. അതിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡൽഹിയിൽ നിന്ന്. അതിൻ്റെ ബൈ പ്രോഡക്റ്റാണ്, സോഷ്യൽ മീഡിയ പ്രോഡക്റ്റാണ് കേജ്രിവാൾ. ഇപ്പം ഞാൻ കേജ്രിവാളിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളൊന്നുമല്ല, കാരണം അയാളൊരു ഇന്ത്യൻ പൊളിറ്റീഷ്യന് പറ്റിയ സംഭവമൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ കേജ്രിവാളിനെ സൂപ്പർ ഡൂപ്പർ സ്റ്റാർ ആക്കി മാറ്റി. ഡൽഹിക്കകത്തുമല്ല, ഡൽഹിയുടെ ആ സൈഡിലുള്ള സെഗ്മെൻറ്റിലോട്ട് ഈ സംഭവം പോവുകയാണ്. കാരണം റിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ട് ശരിക്കും. ഇതൊക്കെ ആരാണ് സ്ട്രാറ്റജൈസ് ചെയ്യുന്നത്? പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്, UP-യിൽ സീറ്റുകൾ കുറയാനുള്ള സാധ്യതയുണ്ട്. കാര്യം ജാട്ട് ബെൽറ്റ്. രാജസ്ഥാനിൽ കുറയാനുള്ള സാധ്യതയുണ്ട്. രാജസ്ഥാൻ്റെ ഹരിയാനയുടെ ബോർഡറിൽ കിടക്കുന്ന ജാട്ടിൻ്റെ ബെൽറ്റ്. ഹരിയാനയുടെ കാര്യം ഇപ്പോൾ എല്ലാവർക്കും പിടികിട്ടി. BJP നേതാക്കന്മാർ തന്നെ സറണ്ടർ ചെയ്തേക്കുവാണ്. അവിടെ ഭയങ്കരമായിട്ട് സെറ്റ് ബാക്ക് ഉണ്ടാകും. ഹരിയാന അവിടെ സെറ്റ് ബാക്ക് ഉണ്ടാക്കിയത് ആരാ? ഖട്ടർ തന്നെ അവിടുത്തെ പഴയ മുഖ്യമന്ത്രിയെ മാറ്റിക്കഴിഞ്ഞപ്പം അയാളുമായിട്ട് യോജിച്ച് നിന്ന് 3 പേര് ഇൻഡിപെൻഡൻറ്റുകാരെ പാർട്ടി അവിടെ സപ്പോർട്ട് മാറ്റിയതിൻ്റെ പ്രധാന പോയിന്റ് അവിടുത്തെ മുഖ്യമന്ത്രി ഖട്ടർ തന്നെയാണ്, വേറെ ആരുമല്ല. ഇതാണ് ഇലക്ഷൻ സമയത്ത് ചില സ്ട്രാറ്റജി എടുത്ത് പെരുമാറി കഴിയുമ്പോൾ എത്രമാത്രമാണ് തകർന്നു പോകുന്നതെന്ന്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. ഡൽഹിയിൽ ഈ ഒരു പോക്കാണെങ്കിൽ ഈ ട്രെൻഡും സംഭവങ്ങളൊക്കെ ഡൽഹി ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഡൽഹി വല്ലാതെ കയറി അങ്ങ് റിയാക്ട് ചെയ്യും. ചിലപ്പോൾ 5, 6, 7 സീറ്റൊക്കെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും അവർക്ക് ലോട്ടറി അടിച്ചാണ് കിട്ടുന്നത് ഈ സംഭവം. ഡൽഹി അടുത്ത് കിടക്കുന്ന ഹരിയാന, അവിടെയുള്ള സീറ്റുകൾ, അതേപോലെ ബോർഡറായിട്ടുള്ള UP-യുടെ സീറ്റുകൾ, ഇതൊക്കെ BJP-യുടെ ഫിക്സഡ് അക്കൗണ്ടിൽ കിടക്കുന്നത് ഒരിക്കലും മാറ്റാൻ അവിടെയാണ് കയറി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, ചോദ്യമായത്. അതായത് ഇനി 10-21 ദിവസമുണ്ട്. കേജ്രിവാൾ ഇന്ത്യ മുഴുവനും ട്രാവൽ ചെയ്യുമെന്നാണ് ഇപ്പോൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഇന്ത്യയിൽ മുഴുവനും പോകും. ഉറപ്പായിട്ടും കേജ്രിവാൾ പറയുന്നത് കേൾക്കുവാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ടാകും. ഈ ഒരു സന്ദർഭത്തിൽ ഇലക്ഷൻ്റെ 4ാമത്തെ ഫേസിലോ 5ാമത്തെ 6ാമത്തെ ഫേസിലോട്ട് പോകുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നതിനേക്കാളും കേൾക്കുവാൻ താല്പര്യം ജനങ്ങൾക്ക് കേജ്രിവാൾ എന്താണ് പറയുന്നത്. ആ രീതിയിലോട്ട് BJP-യുടെ തെറ്റായ സ്ട്രാറ്റജി അങ്ങോട്ടാണ് ഇത് മാറ്റിയത്. ആവശ്യമില്ലാത്ത കാര്യം.